Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ 3ാം ദിനത്തിൽ വനിതാ സാംസ്കാരികോത്സവം നടന്നു. സിനിമാ താരം ഗായത്രി വർഷ വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി സാഹിത്യ സംവാദവും വാഗ്വാദവുമായി മറുത്തുകളിയും പൂരക്കളി കലാകാര സംഗമവും സംഘടിപ്പിച്ചു. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ട ബുള്ളറ്റ് ബൈക്ക് മോഷണം. കൌമാരക്കാരനുൾപ്പെടെ 3 പേർ പിടിയിൽ. കാസർഗോഡ് വെച്ചാണ് പ്രതികൾ കണ്ണപുരം പോലീസിന്റെ പിടിയിലായത്. കല എന്നാൽ പൊരുതാനുള്ള ആയുധവും മുറിവുണക്കാനുള്ള മരുന്നുമായാണ് അറിയപ്പെടുന്നതെന്ന് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. 6 ദിവസങ്ങളിലായി നടക്കുന്ന കേരള സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്ചർ നാടക മത്സരം നടക്കാവിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വൺ ആർട്ട് നേഷനും ഏഴിലം ടൂറിസം സെന്ററും ചേർന്ന് ഒരുക്കിയ ക്യാമ്പ് ഉപ്പട്ടി കണ്ടൽക്കടവിലൊരു കലാക്കൂട്ട് ശ്രദ്ധേയമായി. കേരളത്തിലെ 25ഓളം ചിത്രകാരന്മാരാണ് ഏഴിലം ടൂറിസം സെന്ററിൽ ഒത്തുകൂടിയത്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ 3ാം ദിനത്തിൽ വനിതാ സാംസ്കാരികോത്സവം നടന്നു. സിനിമാ താരം ഗായത്രി വർഷ വനിതാ സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്തു. പോകുന്നത് കുടുംബം എന്ന് പറയുന്നത് കാളിദാസൻ പണ്ട് പറഞ്ഞ പോലെ ഒരു താമര നിൽക്കുന്നത് പോലെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ അതിമനോഹരമായിരിക്കും. താമരയുടെ മുകൾ ഭാഗം മനോഹരമായിരിക്കും, പക്ഷെ എല്ലാ താമരയും നിൽക്കുന്നത് ചേറിലായിരിക്കും. എല്ലാ താമരയും നിൽക്കുന്നത് അല്ലെങ്കിലും ചേറിൽ തന്നെയാണല്ലോ. കുടുംബങ്ങളും അങ്ങനെയാണ്. അപ്പോൾ കുടുംബനാഥൻ ഒളപ്പമണ്ണയുടെ കവിതയിൽ അരച്ചുകൊണ്ടിരിക്കുക, ഭാര്യ അമ്മിയിൽ അരച്ചുകൊണ്ടിരിക്കുക. അമ്മിയിൽ അരയ്ക്കുന്ന കറിക്കാണല്ലോ രുചി. പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ 3ാം ദിനത്തിൽ വനിതാ സാംസ്കാരികോത്സവം നടന്നു. എഴുത്തുകാരായ ദീപ നിശാന്ത്, തനുജ ഭട്ടതിരി എന്നിവർ വനിതാ സാംസ്കാരികോത്സവത്തിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അത്തായി പത്മിനി, M ഗൗരി, സുധ N, MB ചിത്ര, AK ശ്രീജ, EP ശ്യാമള, ഗീത ദിനേശ്, ദിവ്യ TK, PP ലീല തുടങ്ങിയവർ സംസാരിച്ചു. റോഡിൽ കൂടെ നടന്നപ്പോൾ അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്, കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അവരവിടെ വീണിട്ടുണ്ട്, പക്ഷെ വീണിടത്ത് അവർ കിടന്നിട്ടില്ല. അവർ എണീറ്റു, അവർ മുന്നോട്ട് നടന്നു. അവരന്ന് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ഇന്ന് അറിയപ്പെടുന്ന ദാക്ഷായണി വേലായുധനാവില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സാഹിത്യ സംവാദവും വാഗ്വാദവും വടക്കൻ കേരളത്തിൽ പുതിയ സംഭവമല്ല. പണ്ടേക്ക് പണ്ടേ നമ്മുടെ ക്ഷേത്രങ്ങളിലും കാവുകളിലും പണ്ഡിതർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മറുത്തുകളിയിൽ കാണാം. അതിനാൽ തന്നെയാണ് പയ്യന്നൂർ സാഹിത്യോത്സവത്തിൽ മറുത്തുകളി അവിഭാജ്യ ഘടകമായി തീരുന്നതും. മഹാകവി കാളിദാസന്റെ കുമാരസംഭവ മഹാകാവ്യത്തിൽ ഒരു സന്ദർഭമുണ്ട്. അധികം വിസ്തരിക്കുന്നില്ല, ചുരുക്കി പറയാം. ഏതായാലും കുമാരൻ്റെ സംഭവം, അതായത് സുബ്രഹ്മണ്യൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് കുമാരസംഭവത്തിലെ പ്രതിപാദ്യം.
വടക്കൻ കേരളത്തിൽ പൂരക്കളിയുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന മത്സര പ്രദർശന കളിയാണ് മറത്തുകളി. പണിക്കന്മാർ സംവാദത്തിലൂടെ തങ്ങളുടെ മികവ് പ്രകടിപ്പിക്കുന്ന രീതിയാണിത്. സാഹിത്യം, നൃത്തം, സംഗീതം തുടങ്ങിയവയുടെ സമ്മേളനം കൂടിയാണ് മറത്തുകളി. പയ്യന്നൂരിന്റെ സാഹിത്യോത്സവ വേദിയിൽ അണ്ടോൾ രാജേഷ് പണിക്കരും കൊടക്കാട് ജനാർദ്ദന പണിക്കരുമാണ് മറത്തുകളി അവതരിപ്പിച്ചത്. ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റൂ, പരാജയപ്പെടുത്താൻ പറ്റൂ എന്നതിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് പരമശിവനാണെങ്കിൽ കുട്ടികളില്ല, ആദ്യ ഭാര്യയായ സതിയുടെ ദേഹവിയോഗ നിമിത്തം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പയ്യന്നൂരിന് തനതായ ഒരു സാഹിത്യ പാരമ്പര്യമുണ്ട്. അതുതന്നെയാണ് മറത്തുകളിയിൽ കാണാൻ കഴിയുന്നതും. പണ്ഡിതന്മാർ തമ്മിലുള്ള വാഗ്വാദം പഴയ കാലം മുതൽ തന്നെ നമ്മൾ സാഹിത്യത്തിന് നൽകിയിരിക്കുന്ന ആ ഒരു സ്ഥാനം, മഹനീയമായ സ്ഥാനം മനസ്സിലാക്കി തരുന്നതാണ്. അതുകൊണ്ട് തന്നെ സാഹിത്യോത്സവ വേദിയിൽ മറത്തുകളി അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. പയ്യന്നൂർ സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് പൂരക്കളി കലാകാര സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ കലാകാരന്മാരെ ആദരിച്ചു. പയ്യന്നൂർ സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് പൂരക്കളി കലാകാര സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ കലാകാരന്മാരെ ആദരിക്കുകയും ചെയ്തു. TI മധുസൂദനൻ MLA കലാകാരന്മാർക്ക് ഉപഹാരങ്ങൾ നൽകി. പൂരക്കളി അക്കാദമി ചെയർമാൻ K കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായിരുന്നു. സദനം നാരായണൻ, കാഞ്ഞങ്ങാട് ദാമോദരൻ പണിക്കർ, മടിക്കൈ ഗോപാലകൃഷ്ണ പണിക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ട ബുള്ളറ്റ് ബൈക്ക് മോഷണം. കൗമാരക്കാരൻ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. കാസർഗോഡ് വെച്ചാണ് പ്രതികൾ കണ്ണപുരം പോലീസിന്റെ പിടിയിലായത്. കാസർഗോഡ് ആലമ്പാടി റഹ്മാനിയ നഗർ മിനി എസ്റ്റേറ്റിലെ CM മൊയ്തീൻ ഫാസിൽ, ചെർക്കള എടനീരിലെ H മുഹമ്മദ് മുസ്തഫ, വിദ്യാനഗർ സ്വദേശിയായ 17-കാരൻ എന്നിവരെയാണ് കാസർഗോഡ് വിദ്യാനഗർ പോലീസിന്റെ സഹായത്തോടെ വിദ്യാനഗറിൽ വെച്ച് കണ്ണപുരം പോലീസ് പിടികൂടിയത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും മോഷ്ടിച്ച ബൈക്കുമായി കടന്നുകളയവെയാണ് ഇവർ പിടിയിലായത്. മോഷ്ടിച്ച ബൈക്കുമായി എത്തി പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഗ്രൗണ്ടിലുമെത്തി ഇവർ മോഷണശ്രമം നടത്തിയിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവർ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു. പഴയങ്ങാടിയിലെ മോഷണ ദൃശ്യം CCTVയിലും പതിഞ്ഞു. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ചെറുകുന്നിട്ടമ്മല്ലെ വളപ്പിലെ പീടികയിൽ ഹസീബിന്റെ ബൈക്കാണ് മോഷണം പോയിരുന്നത്. പരാതിയിൽ കണ്ണപുരം പോലീസ് കേസെടുത്തിരുന്നു. മലപ്പുറത്തേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ട സഹോദരൻ ഹസീബിന്റെ ഉടമസ്ഥതയിലുള്ള KL 13 AW 1095 നമ്പർ ബുള്ളറ്റ് ബൈക്കാണ് മോഷണം പോയിരുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കല എന്നാൽ പൊരുതാനുള്ള ആയുധവും മുറിവുണക്കാനുള്ള മരുന്നുമായാണ് അറിയപ്പെടുന്നതെന്ന് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് അഭിപ്രായപ്പെട്ടു. 6 ദിവസങ്ങളിലായി നടക്കുന്ന കേരള സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്ചൂർ നാടക മത്സരം നടക്കാവിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വായിക്കുവാൻ ആഗ്രഹവും ആഹ്ലാദവും തോന്നി തുടങ്ങിയ കാലത്ത്, ഇംഗ്ലീഷ് വായിച്ചു തുടങ്ങാത്ത കാലത്ത് മലയാളത്തിലെ തർജ്ജമകൾ വായിച്ചു തുടങ്ങിയ പ്രായം മുതലേ മനസ്സിനെ വല്ലാതെ കണ്ട് ആഴത്തിൽ സ്വാധീനിച്ച വരികളിലൂടെയാണ്. എന്റെ കവിത എന്തുകൊണ്ട് പൂക്കളെയും പുഴകളെയും മലകളെയും പുൽമേടുകളെയും കുറിച്ച് പാടുന്നില്ല എന്നറിയണമെങ്കിൽ വരൂ വരൂ ഈ തെരുവീഥികളിലെ രക്തം കാണൂ എന്നെഴുതിയ കവിയെക്കുറിച്ച്. ഉദ്ഘാടന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരുന്നു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി. സംഗീത നാടക അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ പരിഭാഷപ്പെടുത്തിയ ഭരതാർണവം പുസ്തകത്തിന്റെയും നാടകസ്മരണികയുടെയും പ്രകാശനവും GS പ്രദീപ് ചടങ്ങിൽ നിർവഹിച്ചു. അക്കാദമി അംഗം EP രാജഗോപാലൻ ഏറ്റുവാങ്ങി. പ്രമുഖ നാടക പ്രവർത്തകൻ ഗോപിനാഥ് കോഴിക്കോട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PV മുഹമ്മദ് അസ്ലം, PP പ്രസന്നകുമാരി, M മനു, CK സജിത്ത്, C ചന്ദ്രമതി, M സുമേഷ്, KV രാധ, PP കുഞ്ഞികൃഷ്ണൻ, EP രാജഗോപാലൻ, രാജ്മോഹൻ നീലേശ്വരം,
സംഘാടക സമിതി ചെയർമാൻ ഉദനൂർ ബാലഗോപാലൻ, ജനറൽ കൺവീനർ സി മുരളി, അക്കാദമി പ്രോഗ്രാം ഓഫീസർ വി കെ അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പാലക്കാട് നവരംഗ് അവതരിപ്പിക്കുന്ന ഇദംന മമത എന്ന നാടകം അരങ്ങേറി. നാടക മത്സരത്തിൽ തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലെ 6 നാടക സംഘങ്ങൾ അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ് അരങ്ങിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വൺ ആർട്ട് നേഷനും ഏഴിലം ടൂറിസം സെന്ററും ചേർന്ന് ഒരുക്കിയ ക്യാമ്പ് ഉപ്പട്ടി കണ്ടൽക്കടവിലൊരു കലാക്കൂട്ട് ശ്രദ്ധേയമായി. കേരളത്തിലെ 25ഓളം ചിത്രകാരന്മാരാണ് ഏഴിലം ടൂറിസം സെന്ററിൽ ഒത്തുകൂടിയത്. കണ്ണൂരിന്റെ പ്രകൃതി ഭംഗിയും തെയ്യവും തിറയുമെല്ലാം മനോഹരമായ ചിത്രങ്ങളായി മാറി. ഏഴിലം ടൂറിസം സെന്ററിലാണ് ക്യാമ്പ് നടന്നത്. ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങരയുടെ നേതൃത്വത്തിൽ ധനേഷ് മാമ്പ, സന്തോഷ് ചുണ്ട, വത്സൻ കൂർമക്കൊള്ളേരി, ധനേഷ് നമ്പ്യാർ, ഗോവിന്ദൻ മണ്ടൂർ, അവിനാഷ് മേനോൻ, ബിന്ദു പി നമ്പ്യാർ, പ്രദീപ് ഗായത്രി തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നുള്ള ചിത്രകാരന്മാരാണ് ഒത്തുകൂടിയത്. ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. ഒരുപാട് പരിപാടികൾ ഇതിനടക്കം തന്നെ സംഘടിപ്പിച്ച് ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട് ഈ കണ്ണൂരെന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. പക്ഷേ ഇതിൻ്റെ സാധ്യത നമ്മളാരും ഉപയോഗപ്പെടുത്തുന്നില്ല. കാരണം ഇത്രയും പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അത് വലിയ ശ്രദ്ധ നേടുമായിരുന്നു. ഇപ്പോൾ ഏഴിലം പോലുള്ള ഈ സ്ഥലം ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. വൺ ആർട്ട് നേഷനും ഏഴിലം ടൂറിസം സെന്ററും ചേർന്നാണ് ക്യാമ്പ് ഒരുക്കിയത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ഏഴിലം ചെയർമാൻ അബ്ദുൽ ഖാദർ പനക്കാട് അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D വിമല, ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, K ചന്ദ്രൻ, E വേണു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ എടാട്ട് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ക്യാമ്പസിൽ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. പയ്യന്നൂർ എടാട്ട് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ക്യാമ്പസിൽ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ട് 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന, പ്രൊഫസർ ലിസി മാത്യു, പ്രൊഫസർ K വിഷ്ണു നമ്പൂതിരി, PV ബിജു, CP ഷിജു, KP റീന, K മുരളീധരൻ, ഡോക്ടർ M സത്യൻ, ലതാ തോട്ടത്തിൽ, M രഹിത രാജ്, K അശ്വിൻ, ഡോക്ടർ KT ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഗേറ്റിന് ഇരുവശവും കൃഷി ചെയ്ത ചീര വിളവെടുത്തു. വിളവെടുത്ത ചീര അടുത്ത ദിവസങ്ങളിൽ അംഗൻവാടിയിലെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തും. സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് ഗേറ്റിന് ഇരുവശവും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെറുതാഴം കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ മാതൃകാ പ്രദർശന കൃഷി ചെയ്ത രേണുശ്രീ എന്ന ഇനം അത്യുൽപാദന ശേഷിയുള്ള ചീരയാണ് വിളവെടുപ്പ് നടത്തിയത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ MT സബിത, കൃഷി ഓഫീസർ ജയരാജൻ നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M കുഞ്ഞിക്കണ്ണൻ, TV കുഞ്ഞിക്കണ്ണൻ, സരിത TP, ബിന്ദു K, U രാമചന്ദ്രൻ, U രാധ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ പേരൂർ, കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചീമേനി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവവും ഓഡിറ്റോറിയം സമർപ്പണവും ജനുവരി 19 മുതൽ 23 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 20 വൈകുന്നേരം 4 മണിക്ക് ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്തു നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. വൈകുന്നേരം 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങിലെത്തും. രാത്രി 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ചീമേനി പോലീസ് ഇൻസ്പെക്ടർ M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നൃത്തസന്ധ്യ അരങ്ങേറും. ജനുവരി 21 വൈകുന്നേരം 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടവും തിരുമുൽ കാഴ്ചയും നടക്കും. രാത്രി 9 മണിക്ക് കണ്ണൂർ ന്യൂ വോയ്സിന്റെ ഡാൻസ് ആൻഡ് മ്യൂസിക് നൈറ്റ്. പുതിയതായി നിർമ്മിച്ച ശീതീകരിച്ച മുത്തപ്പൻ ഓഡിറ്റോറിയം ജനുവരി 22 ഉച്ചയ്ക്ക് 12:30 ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നാടിന് സമർപ്പിക്കും. വൈകുന്നേരം 3 മണിക്ക് മലയിറക്കവും 5 മണിക്ക് ഊട്ടും വെള്ളാട്ടവും.
രാത്രി 8 മണിക്ക് കാങ്കോൽ കലയുടെ ഉറുമാല കെട്ടിയ ചൈത്രമാസം നാടകം അരങ്ങേറും. ജനുവരി 23 പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം നടക്കും. എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. VP ദാമോദരൻ, TP തമ്പാൻ, V ബാലകൃഷ്ണൻ, PV സുധാകരൻ, TP ധനേഷ്, TP നവനീതൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പത്തൊൻപത് വർഷമായി പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന സ്നോ വൈറ്റ് പവർ ലോണ്ടറി ആൻഡ് ക്ലീനിംഗ് സെന്ററിന്റെ ആധുനിക സംവിധാനങ്ങളോടെയുള്ള പുതിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന് എതിർവശത്ത് ആരംഭിച്ച സെന്റർ TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. 19 വർഷമായി പയ്യന്നൂരിൽ പ്രവർത്തിച്ചു വരുന്ന സ്നോ വൈറ്റ് പവർ ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിംഗ് സെന്ററിന്റെ മൂന്നാമത് ഔട്ട്ലെറ്റ് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന് മുൻവശത്ത് സിറ്റി സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച സെന്റർ TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. വില കൂടിയ സാരികൾ ഉത്തരവാദിത്തത്തോടെ ഡ്രൈ ക്ലീനിംഗ് ചെയ്ത് പോളിഷ് നടത്തി അയൺ ചെയ്ത് നൽകുന്നു. ഇത്തരത്തിൽ ആധുനിക മെഷീനറി സൗകര്യങ്ങളോട് കൂടിയ ഒരു സംരംഭം കണ്ണൂർ ജില്ലയിൽ തന്നെ ഇത് ആദ്യമായാണെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. കൂടാതെ ലോണ്ടറി വാഷിംഗ്, സ്റ്റീം അയണിംഗ്, ബ്ലാങ്കറ്റ് വാഷിംഗ്, സ്റ്റാർച്ചിംഗ്, വെഡ്ഡിംഗ് ഡ്രസ് ഡ്രൈ ക്ലീനിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ സ്നോ വൈറ്റ് പവർ ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിംഗ് സെന്ററിൽ നിന്നും ലഭ്യമാകും. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, കൌൺസിലർമാരായ V ബാലൻ, T വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാപനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 9048954848 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം പരിപാടി സംഘടിപ്പിച്ചു. പുളിയക്കോട് അഭിമന്യു ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് രോഷ്നി നിയമ ക്ലാസ് കൈകാര്യം ചെയ്തു. മുമ്പുള്ള കാലത്ത് നമുക്കൊക്കെ, അതായത് എല്ലാവർക്കും ഉള്ളത് ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അതായത് നമുക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടില് മുതിർന്ന പൗരന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അവരെ സംരക്ഷിക്കാനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും. അപ്പൊ ഈ ധാർമ്മികമായ ഉത്തരവാദിത്വം നിന്ന് ഈ ആളുകൾ, അതായത് ഈ ക്ഷേമം ചെയ്യേണ്ട ആളുകൾ എപ്പോഴൊക്കെയോ പിന്നോട്ട് പോയത് കൊണ്ടാണ് ഗവൺമെന്റ് നിയമം മൂലം ആ ധാർമ്മികതയ്ക്ക് പകരം നിയമം മൂലം ക്ഷേമവും സംരക്ഷണവും നിർബന്ധമായിട്ടും നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 2007 ഈ മാതാപിതാക്കളും മുതിർന്ന പൗരന്മാർക്കും അവരുടെ ക്ഷേമവും അതുപോലെ തന്നെ സംരക്ഷണത്തിനും വേണ്ടിയുള്ള ഈ നിയമം വന്നത് 2007. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ മുണ്ടയാട്ട് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ICDS സൂപ്പർവൈസർമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ A ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വയോജനങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നായർ സർവീസ് സൊസൈറ്റിയുടെ തെക്കേ തൃക്കരിപ്പൂർ കരയോഗത്തിന് ഇളമ്പച്ചിയിൽ നിർമ്മിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ നടക്കും. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഹോസ്ദുർഗ് യൂണിയന് കീഴിൽ 4.5 പതിറ്റാണ്ട് മുൻപ് രജിസ്റ്റർ ചെയ്ത ഇളമ്പച്ചിയിലുള്ള 5 സെന്റ് സ്ഥലത്താണ് സ്വന്തമായി മന്ദിരം നിർമ്മിച്ചത്. മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജനുവരി 19 NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്യും. കരയോഗം പ്രസിഡന്റ് PC മുരളീധരൻ നമ്പ്യാർ അധ്യക്ഷത വഹിക്കും. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കോടോത്ത് ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. ഉച്ചകഴിഞ്ഞ് കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും നടക്കുമെന്ന് കരയോഗം ഭാരവാഹികളായ PC മുരളീധരൻ നമ്പ്യാർ, PK സത്യനാഥൻ, P ബാലകൃഷ്ണൻ നായർ, M ഗോപിനാഥൻ, PC രാജൻ നമ്പ്യാർ എന്നിവർ അറിയിച്ചു. 45 വർഷം മുമ്പ് ഈ കരയോഗം 3622 നമ്പറായി തെക്കേ തൃക്കരിപ്പൂർ NSS കരയോഗം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ദീർഘകാലത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു കരയോഗ മന്ദിരം ഉണ്ടാക്കുക എന്നത്. കഴിഞ്ഞ 6 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ചെറുതാഴം പഞ്ചായത്ത് തല അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു.
2024-25 വർഷത്തെ ചെറുതാഴം പഞ്ചായത്ത് തല അങ്കണവാടി കലോത്സവം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. TV ഉണ്ണികൃഷ്ണൻ, MD സബിത, PP അംബുജാക്ഷൻ, VP രജനീഷ്, KK ലീന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ സ്ഥാപക സെക്രട്ടറി KP കുഞ്ഞിരാമ പൊതുവാളുടെ 51ാം ചരമവാർഷികം സ്റ്റോർ ഓഫീസിൽ നടന്നു. സ്റ്റോർ പ്രസിഡന്റ് K ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ സ്ഥാപക സെക്രട്ടറി KP കുഞ്ഞിരാമ പൊതുവാളുടെ 51ാം ചരമവാർഷികം സ്റ്റോർ ഓഫീസിൽ നടന്നു. പുഷ്പാർച്ചനയിൽ സ്റ്റോർ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തു. സ്റ്റോർ പ്രസിഡന്റ് K ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകൻ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സന്ധിയില്ലാ സമരത്തിന് നേതൃത്വം നൽകി കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു KP കുഞ്ഞിരാമൻ. അന്നൂരിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ വഴികളും നമുക്കൊക്കെ ഇന്നും പ്രചോദനമാണ്. 1944 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നമ്മളെല്ലാവരും പഠിക്കണം, പത്രത്തോട് ജോലി ചെയ്തത്. സ്റ്റോർ ഡയറക്ടർ KV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. K ശരത് കുമാർ സ്വാഗതം പറഞ്ഞു. ഡയറക്ടറായ KE ഇബ്രാഹിംകുട്ടി, ബിസിനസ് മാനേജർ MV ഉണ്ണി എന്നിവർ അനുസ്മരണ ഭാഷണം നടത്തി. NC അനീഷ് നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമന്വയ രാമൻകുളം സംഘടിപ്പിക്കുന്ന കബഡി ഫെസ്റ്റ് ജനുവരി 19 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. 18ഓളം പുരുഷ ടീമുകളും 5ഓളം വനിതാ ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കും. ഈ വർഷം സമന്വയ രാമൻകുളം നടത്തുന്ന സമന്വയ കബഡി ഫെസ്റ്റ് 2025 ജനുവരി 19 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ നടക്കും. പാലക്കാട്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. 18ഓളം പുരുഷ ടീമുകളും 5ഓളം വനിതാ ടീമുകളും മത്സരിക്കും. മുൻ കല്യാശ്ശേരി MLA TV രാജേഷ് മത്സരം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 30 വർഷക്കാലം വെള്ളൂരിന്റെ കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞുനിന്ന് പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് സമന്വയ കലാകായിക വേദി രാമൻകുളം. കബഡി മേഖലയിലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ ടൂർണമെന്റുകളിൽ പങ്കെടുത്ത് മത്സരങ്ങളിലെല്ലാം 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഉത്തരമേഖലയിലെ പ്രമുഖ ടീമായി വളർന്നുവന്ന ടീമാണ് സമന്വയ രാമൻകുളം. കബഡി ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന യൂത്ത് കമ്മീഷന്റെ നേതൃത്വത്തിൽ മാനസിക സമ്മർദ്ദ ലഘൂകരണം എന്ന വിഷയത്തിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. യോഗ ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ KK ശ്രീകുമാർ ക്ലാസ് നിയന്ത്രിച്ചു. മാനസിക സമ്മർദ്ദ ലഘൂകരണം എന്ന വിഷയത്തിൽ സംസ്ഥാന യൂത്ത് കമ്മീഷന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KV രാധ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ അഭിനവ് K അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് U രാജേഷ് മുഖ്യാതിഥിയായി. യോഗ ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ KK ശ്രീകുമാർ ക്ലാസ് നിയന്ത്രിച്ചു. യൂത്ത് കമ്മീഷന്റെ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ അനുശ്രീ പ്രകാശ് സ്വാഗതം പറഞ്ഞു. കരിവെള്ളൂർ കുണിയൻ പുഴക്കര പെരുമുടിക്കാവ് ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിനം 2025 ജനുവരി 19 രാവിലെ 6 മണി മുതൽ നടക്കും. തുടർന്ന് ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച മേൽപ്പന്തലിന്റെ സമർപ്പണവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ 3ാം ദിനത്തിൽ വനിതാ സാംസ്കാരികോത്സവം നടന്നു. സിനിമാ താരം ഗായത്രി വർഷ വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി സാഹിത്യ സംവാദവും വാഗ്വാദവുമായി മറുത്തുകളിയും പൂരക്കളി കലാകാര സംഗമവും സംഘടിപ്പിച്ചു. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ട ബുള്ളറ്റ് ബൈക്ക് മോഷണം. കൗമാരക്കാരനുൾപ്പെടെ 3 പേർ പിടിയിൽ. കാസർഗോഡ് വെച്ചാണ് പ്രതികൾ കണ്ണപുരം പോലീസിന്റെ പിടിയിലായത്. കല എന്നാൽ പൊരുതാനുള്ള ആയുധവും മുറിവുണക്കാനുള്ള മരുന്നുമായാണ് അറിയപ്പെടുന്നതെന്ന് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. 6 ദിവസങ്ങളിലായി നടക്കുന്ന കേരള സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്ചർ നാടക മത്സരം നടക്കാവിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.
വൺ ആർട്ട് നേഷനും ഏഴിലം ടൂറിസം സെന്ററും ചേർന്ന് ഒരുക്കിയ ക്യാമ്പ് ഉപ്പട്ടി കണ്ടൽക്കടവിലൊരു കലാക്കൂട്ട് ശ്രദ്ധേയമായി. കേരളത്തിലെ 25ഓളം ചിത്രകാരന്മാരാണ് ഏഴിലം ടൂറിസം സെന്ററിൽ ഒത്തുകൂടിയത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.